സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭ്യമാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലയിലെ എല്ലാ കെഎസ്ആർടിസി ഡിപ്പോകളിലും നടന്നു. കായംകുളം ഡിപ്പോയിൽ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിപ്പോയിൽ നിന്ന് ഹരിപ്പാട്, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലേക്കാണ് ആദ്യ 2 സർവീസുകൾ നടത്തിയത്. സംസ്ഥാനത്താദ്യമായി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമായി കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭ്യമാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് ജില്ലയിൽ പ്രൗഢഗംഭീരമായ തുടക്കം. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലയിലെ എല്ലാ കെഎസ്ആർടിസി ഡിപ്പോകളിലും നടന്നു. കായംകുളം ഡിപ്പോയിൽ സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി എന്ന് പേരിട്ട് ഈ പ്രോജക്ടിന്റെ പേര് തന്നെ പ്രിയദർശിനി എന്നാണ്. ലോകം കണ്ട ഏറ്റവും കരുത്തിയായ ഒരു വനിതയുടെ പേരാണ്. ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രിയദർശിനിയാണ്. ആ പ്രിയദർശിനി സ്റ്റിക്കർ ഒട്ടിച്ച ബസ്സിൽ കയറി സൗജന്യം എന്ന് കരുതണ്ട, അവകാശമാണ്. ഒരിക്കലും ഇതൊരു സൗജന്യ യാത്ര എന്ന് ആവർത്തിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. അവകാശ യാത്രയാണ്, റൈറ്റ് ആണ്. അതുകൊണ്ടാണ് ടിക്കറ്റ് കൊടുക്കുന്നത്, അല്ലേ? ഇവിടെ ATO പ്രഖ്യാപിച്ചപ്പോ പറഞ്ഞു ബസ്സിനകത്ത് കയറി കഴിയുമ്പോ ചുമ്മാ വെറുതെ കയറി സൗജന്യം ഇരിക്കുക എന്നുള്ളതല്ല, കൃത്യമായൊരു ടിക്കറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അവകാശമാണ്, റൈറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. ആ ടിക്കറ്റ്, പ്രിയദർശിനി ടിക്കറ്റ് കരസ്ഥമാക്കി സഞ്ചരിച്ച് മുന്നോട്ട് പോകും. സ്വാതന്ത്ര്യ പ്രഖ്യാപനം, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം, സാമൂഹ്യ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം, ആത്മാഭിമാനത്തിന്റെ പ്രകാശനം, അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിപ്പോ ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ്. എനിക്ക് ഉറപ്പാണ് വരും ദിവസങ്ങളിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമല്ല മറ്റ് സർവീസുകളിലേക്ക് കൂടി ഈ പ്രിയദർശിനി സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. അവിടെ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇത് കേരള ചരിത്രത്തിലെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനമാണ്. നമ്മൾ ഉയർത്തിപ്പിടിച്ച ശിരസോടെ നിങ്ങൾ ഓരോരുത്തരും ഈ പ്രിയദർശിനി ബസ്സുകളിലേക്ക് കയറും. ഡിപ്പോയിൽ നിന്ന് ഹരിപ്പാട്, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലേക്കാണ് ആദ്യ 2 സർവീസുകൾ നടത്തിയത്. കായംകുളം കെഎസ്ആർടിസി ഡിപ്പോയെ നഗരവികസനത്തിന്റെ പുതിയ മുഖമാക്കുന്ന ബൃഹത്തായ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കായംകുളം നഗരത്തിന്റെ മുഖമായി വരും കാലങ്ങളിൽ അറിയപ്പെടേണ്ടത് ഈ പ്രദേശമാണ്. പുതിയ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏറ്റവും സർവ്വസജ്ജമായ ഒരു കെഎസ്ആർടിസി സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ബഹുമാന്യനായ കെഎസ്ആർടിസി മന്ത്രി CP ജോണിനോട് ഞാൻ കായംകുളം കെഎസ്ആർടിസി സ്റ്റാൻഡിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ആദ്യഘട്ടത്തിലെ ഔദ്യോഗികമായ തിരക്കുകൾ കഴിഞ്ഞാൽ അദ്ദേഹം ഉൾപ്പെടെ ഇവിടെ എത്താമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സ്വപ്ന പദ്ധതി ഉയർത്തിക്കൊണ്ടുവരണം. കായംകുളം നഗരത്തിന്റെ മുഖമായി മാറാൻ പോകുന്ന ഒരു പദ്ധതിയെ നമുക്കിവിടെ കൊണ്ടുവരണം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പ്രിയദർശിനിമാരെയും ഈ ഗവൺമെന്റിനു വേണ്ടി, ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ പ്രിയദർശിനിമാർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. കായംകുളം ഡിപ്പോയിൽ നിന്നും 30 പ്രിയദർശിനി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ ശരത്ലാൽ ബെല്ലാരി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കായംകുളം പുനലൂർ, കായംകുളം ആലപ്പുഴ, കായംകുളം പാവുമ്പ, കായംകുളം കരുനാഗപ്പള്ളി, ചവറ, കല്ലുംതാഴം വഴി കല്ലമ്പലം, കായംകുളം ഓച്ചിറ, വള്ളിക്കാവ്, കാട്ടിക്കടവ് വഴി ചാത്തന്നൂർ, കായംകുളം കൊച്ചിയിടചെട്ടി, തൃക്കുന്നപ്പുഴ, തോട്ടപ്പള്ളി വഴി വണ്ടാനം, കായംകുളം ഓച്ചിറ അഴീക്കൽ, കായംകുളം ചൂനാട് താമരക്കുളം, കായംകുളം വള്ളികുന്നം താമരക്കുളം, കായംകുളം മാവേലിക്കര തിരുവല്ല, കായംകുളം ഭരണിക്കാവ്, കായംകുളം വലിയ പെരുമ്പുഴ തിരുവല്ല ചങ്ങനാശ്ശേരി വഴി കോട്ടയം, കായംകുളം കരുനാഗപ്പള്ളി ചവറ, കായംകുളം ഏവൂർ പത്തിയൂർ മുട്ടം എന്നീ ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.